സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിജോ ടെക്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കാണുക ഗൈസ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ യൂട്യൂബ് എടുക്കുക. എന്നിട്ട് നമ്മുടെ മേലെ റൈറ്റ് സൈഡായിട്ട് നമ്മുടെ ലോഗോ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ യുവർ ചാനൽ വേണ്ടിയൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് പിക്ചർ എന്ന് ആദ്യം കാണാം, അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ചാനലിൻ്റെ പിക്ചർ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിന് ചോട്ടിൽ നെയിം എന്ന് കാണാം, അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഒരു പെൻസിലിൻ്റെ, അതായത് ഒരു എഡിറ്റിൻ്റെ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനുള്ള പേര് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ചൂസ് ചെയ്ത് നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചാനൽ വേണ്ടിയിട്ട് ചോട്ടിൽ കാണാം. ഈ ചാനൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്, 1 മിനിറ്റിനുള്ള എന്തായാലും ഒരു ചാനൽ ഉണ്ടാക്കും. അപ്പോൾ 1 മിനിറ്റിനുള്ള നമ്മുടെ ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചോട്ടിൽ പ്ലസ് എന്ന് കാണാം, ആ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്രിയേറ്റും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ചോട്ടിൽ ഒരു പ്ലസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗോ ലൈവ് പോകാനായിട്ട് 50 സബ്സ്ക്രൈബറോ അങ്ങനെ എന്തോ വേണം. എന്നാൽ മാത്രം നമുക്ക് ലൈവ് പോകാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. കണ്ടില്ല ഗൈസ്, എലിജിബിലിറ്റി യുവർ ചാനൽ ഡസ് നോട്ട് മീറ്റ് അവർ അപ്ഡേറ്റഡ് എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്. അതായത് നമുക്ക് 50 സബ്സ്ക്രൈബറോ അങ്ങനെ എന്തോ വേണം, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈവ് പോകാൻ പറ്റുള്ളൂ നമ്മുടെ ചാനലിൽ. പിന്നെ നമുക്ക് അപ്ലോഡ് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്ലോഡ് വീഡിയോ കൊടുത്ത് നമ്മൾ ഗാലറി ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ കണ്ട അപ്ലോഡ് വീഡിയോ ഓപ്ഷനിൽ അമർത്തിയിട്ട് ഒരു വീഡിയോ ചൂസ് ചെയ്യാം. ഇപ്പോൾ അതിനൊരു വീഡിയോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നെക്സ്റ്റ് വാറിൻ്റെ മേലെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ടൈറ്റിൽ ഇവിടെ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാൻ വെച്ച് നിങ്ങൾക്ക് ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ട്രിപ്പ് ടു ഓക്കെ ഇൻട്രോ. അപ്പോൾ നമുക്ക് ഇനി ഡിസ്ക്രിപ്ഷനിലും ഇതേ തന്നെ കോപ്പി ചെയ്യാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇത് കോപ്പി ചെയ്ത് ഇങ്ങനെ ഇടുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടൻറ് എന്താണോ അതിന് ഇതായിട്ട് നിങ്ങൾക്ക് എഴുതുക. നിങ്ങൾക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നിങ്ങളുടെ ലൊക്കേഷൻ അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പബ്ലിക് ആണോ, നമുക്ക് പ്രൈവറ്റ് ആണോ, അൺലിസ്റ്റഡ് ആണോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പ്രൈവറ്റ് ആണ് കൊടുക്കുന്നത്, കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തും വെക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇത്ര ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യണം എന്നുള്ളത് അത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇപ്പോൾ പ്രൈവറ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പബ്ലിക്കായി കൊടുക്കണം. അപ്ലോഡ് ചെയ്യും പബ്ലിക്കായി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രമാണ് പ്രൈവറ്റായി കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് അമർത്തിയിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോ കൊടുക്കാം, ഏജ് റെസ്ട്രിക്ഷൻ. അപ്പോൾ നോ തന്നെ ഇവിടെ അത് ഓട്ടോമാറ്റിക്കായി ഇതായിക്കോളും, ചൂസ് ആയിക്കോളും. ഇനി നമുക്ക് അപ്ലോഡ് കൊടുക്കാം. അപ്ലോഡ് കൊടുക്കുമ്പോൾ നമുക്ക് ചോട്ടിൽ റൈറ്റ് സൈഡായിട്ട് ലൈബ്രറിയിൽ നമുക്ക് ഒരു ഡൗൺലോഡ് ആവണ പോലെ സിമ്പിൾ കാണാം. അതായത് അപ്ലോഡ് ആവുകയാണ്. അപ്ലോഡ് ആവണ സിമ്പിളാണ്, സോറി.
അപ്ലോഡ് ആവുന്ന സിമ്പിൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യുവർ വീഡിയോസ് പോവാം. യുവർ വീഡിയോസ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വരിക്കാശ്ശേരി മന ഇൻട്രോ ഇവിടെ അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ 25% അപ്ലോഡഡ്, 26, 27% അപ്ലോഡഡ്, അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ 100 ആവുമ്പോൾ ഞാൻ കാണിച്ചു തരാം. 100 ആയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ എങ്ങനെ ഇതിൻ്റെ ഒരു തമ്പനയിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനായി നമ്മൾ ആദ്യം ക്രോമിൽ പോകണം. അപ്പോൾ ഞാനിവിടെ ക്രോം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ studio.youtube.com അടിക്കാം. studio.youtube.com. അപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോൻ്റെ ഡാഷ്ബോർഡ് ഇവിടെ ഓപ്പൺ ആവും. ഇനി നമുക്ക് ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതൊക്കെ നമുക്കൊന്ന് ക്ലോസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ വരിക. നിങ്ങൾ ആ ഒരു സ്റ്റുഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ഇവിടെ ഒരു വീഡിയോൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ അപ്ലോഡായ വീഡിയോ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെൻസിലിൻ്റെ സിമ്പിളാണ്, അത് എഡിറ്റിൻ്റെയാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ലോഡ് തമ്പനയിൽ നിന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വെരിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് അതായത് നമ്മുടേതായ ഒരു തമ്പനയിലായി അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കസ്റ്റം തമ്പനയിൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കസ്റ്റം തമ്പനയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ചെയ്താൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ വെരിഫൈ ചെയ്യണം. ഇപ്പോൾ ഫോൺ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് കോഡ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജാണോ കോളാണോ വേണ്ടതെന്ന് മോഡിൽ എഴുതിയിട്ടുണ്ടാവും. എഴുതി വെച്ച് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം എന്താണ്. ഇനി ഞാനിപ്പോൾ ടെക്സ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഗെറ്റ് കോഡ് കൊടുക്കാം. ഗെറ്റ് കോഡ് കൊടുക്കുമ്പോൾ നമുക്ക് 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ ഫോൺ നമ്പർ ഇവിടെ വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ പോവാം. അപ്പോൾ സ്റ്റുഡിയോയിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്ന് നമുക്ക് റീഫ്രഷ് ചെയ്യാം. ബാക്കിലേക്ക് പോകാം ഗൈസ്. ഇപ്പോൾ നമുക്ക് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഗൈസ് അപ്പോൾ നമുക്ക് സ്റ്റുഡിയോ ആപ്പ് എടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ ആപ്പിൽ നമുക്ക് എങ്ങനെ തമ്പനയിൽ വെക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് മേലെ റൈറ്റ് സൈഡായിട്ട് ഒരു ആദ്യത്തെ ഓപ്ഷൻ ഉണ്ട്, ഒരു എഡിറ്റിൻ്റെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മേലെ ലെഫ്റ്റ് സൈഡായിട്ട് പിന്നെ ഒരു എഡിറ്റിൻ്റെ സിമ്പിൾ കാണാം. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കസ്റ്റം തമ്പനയിലൂടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് 3 തമ്പനയിലൂടെ തരുന്നുണ്ട്, യൂട്യൂബ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റം തമ്പനയിലൂടെ കൊടുത്തു നമുക്കിവിടെ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഇത് ചൂസ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഒരു ഇതടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരിക്കാശ്ശേരി മനീന് ആ ഒരു ഇൻട്രോ ആണ് നമ്മൾ ഇട്ടത്. അപ്പോൾ അതിന് ഇതായിട്ടുള്ള
ഒരു തമ്പനയിൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൂം ചെയ്തിടാം, നമുക്ക് ഇത്തിരി പൊക്കിയും താഴ്ചയൊക്കെ ഇടാൻ പറ്റും. ഇനി നമുക്ക് ഡൺ കൊടുക്കാം. ഡൺ കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റം തമ്പനയിലൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ സ്റ്റുഡിയോ പോവാം, അല്ല യൂട്യൂബിൽ പോവാം. യൂട്യൂബിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഇതടിച്ച് നോക്കാം, യുവർ വീഡിയോസ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ കാണാൻ പറ്റും നമ്മുടെ കസ്റ്റം തമ്പനയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടെ ആ ഒരു തമ്പനയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ക്രോമിൽ പോയിട്ട് പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ചെയ്യാം. അപ്പോൾ 24 മണിക്കൂർ കഴിയേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ ഒരു എഡിറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ടാഗ്, കാറ്റഗറി, കമൻറ്റ് ഒക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ടാഗ് ഇവിടെ കൊടുക്കാൻ പറ്റും. അരിക്കാശ്ശേരി ഇനി എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടാഗ് റെഡിയായി. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ കാറ്റഗറി ഇവിടെ പ്ലസ്സിൽ വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള ആ ഒരു വീഡിയോ ആണോ അതിവിടെ ചൂസ് ചെയ്യാം. ഇവിടെ ട്രാവൽ ആൻഡ് ഇവൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെഡി. അപ്പോൾ ഇവിടെ അലോ എംബഡിങ് ഇവിടെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ആ ഒരു ക്രോമിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ക്രോം പോയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. അത് നമുക്ക് മറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ക്രിപ്ഷനിലൊക്കെ ടാഗൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ ഓട്ടോമാറ്റിക്കായി ചെയ്യാൻ പറ്റില്ല, നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുമ്പോൾ വരില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കസ്റ്റമായിട്ട് കൊടുക്കണം ടാഗ്. അത് മാനുവലായിട്ട് നമുക്ക് ടാഗ് കൊടുക്കണം, ഓട്ടോമാറ്റിക്കായി വരില്ല. നമുക്ക് ബാക്ക് അമർത്തി കഴിഞ്ഞാൽ സേവ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇനി യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ, അതായത് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്താൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ വ്യൂ മോർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാ വീഡിയോസും കാണാം. നമുക്ക് ഡാർക്ക് മോഡൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈവ്, ഷോർട്സ് എല്ലാം അവിടെ കാണിക്കുന്നതാണ് വേറെ വേറെ ആയിട്ട്. നമുക്ക് ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ കറൻറ്റ് സബ്സ്ക്രൈബറായിട്ട് കാണാം. പിന്നെ നമ്മുടെ വ്യൂസ്, വാച്ച് ടൈം, സബ്സ്ക്രൈബർ ചേഞ്ച്, അതായത് നമുക്ക് ഇത്ര ദിവസം, അതായത് ഒരു 28 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ ഒരു ഇതിൽ കിട്ടിയ സബ്സ്ക്രൈബർ കൗണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിതിൽ അമർത്തി കഴിഞ്ഞാൽ ഇതാ നമുക്ക് എല്ലാം കാണാം. ഇംപ്രഷൻസ് എത്ര പോയിട്ടുണ്ട്, ക്ലിക്ക് ത്രൂ റേറ്റ്, വ്യൂസ്, യൂണിക് വ്യൂവേഴ്സ്, ഇതെല്ലാം കാണിക്കും ഇവിടെ. പിന്നെ നമുക്ക് എൻഗേജ്മെൻറ്റ് പോയ വാച്ച് ടൈം ഹവേഴ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു വീഡിയോന് കിട്ടിയ വ്യൂസ് എല്ലാം കാണിക്കും. ഇതിപ്പോൾ പബ്ലിക് ആക്കാത്തതുകൊണ്ടാണ് ഇത്രയും കൂടി ഇത് വരുന്നതാണ്. കമൻസൊക്കെ ചോട്ടിൽ കാണിക്കും, കമൻസ് ഇവിടെ കമൻറ്റ് സെക്ഷനിലേ കാണിക്കുള്ളൂ, ബാക്കി എല്ലാം അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ കമൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് എത്ര വന്നാലും ഇത് കാണിക്കില്ല. അതിൽ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐ ഹാവ് നോട്ട് റെസ്പോണ്ടഡ് പറഞ്ഞിട്ടൊരു ഇത് കാണാൻ പറ്റും, ഒരു മാർക്ക് ചെയ്ത് വെച്ചൊരു സാധനം. അതായത് നമ്മൾ സെലക്ട് ആയി നിൽക്കുന്നുണ്ട് ഐ ഹാവ് നോട്ട് റെസ്പോണ്ടഡ് പറഞ്ഞിട്ട്. അതിൽ റൈറ്റ് സൈഡിട്ടൊരു ഇൻഡു ഉണ്ട്, അതായത് ക്ലോസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ കമൻസും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പബ്ലിഷ്ഡ് എന്നുണ്ട് മേലെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽഡ് ഫോർ റിവ്യൂ, അതായത് നമുക്ക് ഇത് മാറ്റി വെച്ചതൊക്കെ നമുക്ക് ഇവിടെ കാണാം ഹെൽഡ് ഫോർ റിവ്യൂവിൽ. പിന്നെ പബ്ലിഷ്ഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിഷ് ചെയ്ത മൊത്തം കാണാം. റെസ്പോൺസ് സ്റ്റാറ്റസ് ഉണ്ട്. ആ റെസ്പോൺസ് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഐ ഹാവ് നോട്ട് റെസ്പോണ്ടഡും ഉണ്ട്, ഐ റെസ്പോണ്ടഡ് എന്നുണ്ട്. അപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്തതും നമുക്ക് വേറെ ഇതായിട്ട് മാറ്റി
വയ്ക്കാം. മാറ്റി നമുക്ക് നോക്കാൻ പറ്റും. കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഇത് സബ്സ്ക്രൈബർ കൗണ്ട് വന്നിട്ട് നമുക്ക് 100 സബ്സ്ക്രൈബറുള്ള ആൾക്കാർ വല്ല അയച്ചിട്ടുണ്ടോ. അപ്പം 100 സബ്സ്ക്രൈബറുള്ള ആൾക്കാർ, അതായത് ഒരു ചാനൽ 100 സബ്സ്ക്രൈബറിൻ്റെ അടുത്തുള്ള അവർ ഇത് ചാനലിൽ നമുക്ക് എല്ലാം അയച്ചിട്ടുണ്ടോ, 1K ഒരു ഇതിലുള്ള അയച്ചിട്ടുണ്ടോ, 10K അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പിന്നെയും അതിൻ്റെ ടെക്സ്റ്റ് ഇവിടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് ഓപ്പൺ ആയിരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് തൊട്ടടുത്താണെന്നുമില്ലേ കണ്ടാക്കി അവിടെ നിന്ന് അടിച്ച് പൊട്ടിച്ചിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ അമർത്തിയാൽ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ കമൻറ്റും കൂടി ചെയ്യണം. സുഹൃത്ത്, നല്ല വീഡിയോ ആയി വീണ്ടും കാണാം. സീ സോൺ. ബൈ.